ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ അല്ലെങ്കിൽ ഷവോമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6200 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി A3X 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6.7 HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുന്നുള്ളൂ. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ യൂണി SoC T603 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഒന്നും വരുന്നില്ല. ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6200 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8500 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് റെഡ്മിയുടെ 5G ഫോണുകൾ ലഭിക്കുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി A4 5G എന്ന ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലും HD റെസൊല്യൂഷനും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ഉണ്ട്, പക്ഷേ എല്ലാ സിമ്മിലും 5G സപ്പോർട്ട് ഇതിൽ ലഭിക്കില്ല. ഇപ്പോൾ ജിയോയുടെ 5G സിം മാത്രമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക, അത് ശ്രദ്ധിക്കണം. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5160 mAh ബാറ്ററിയും 18 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 10000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി 14C 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇപ്പം ആ ഒരു ഫോണിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാക്കി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. 10000 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം പ്രോസസ്സറും അതുപോലെ തന്നെ 5G സപ്പോർട്ടും എന്നല്ല ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് AMOLED ഡിസ്പ്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 12 4G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പം 6.7 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം 11000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 685 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 11000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി 5G ഫോണുകളുടെ കാര്യത്തിലോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 12000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 13 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലും പഞ്ചോൾ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD പാനലേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 108+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 12000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ 5G സപ്പോർട്ടിന്റെ കൂടെ AMOLED ഡിസ്പ്ലേയും കൂടി വേണമെന്നുണ്ടെങ്കിൽ 14500 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 13 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എക്സ്ട്രാ വരുന്നുണ്ട്. 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് ഇതിൽ വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പുമാണ് കൊടുത്തിരിക്കുന്നത്. 14500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 18700 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഇതിൽ 6.6 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുണ്ട്. 200+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18700 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 23400 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി Note 13 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് ഡിസ്പ്ലേയിൽ എക്സ്ട്രാ ആയിട്ട് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7200 Ultra എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബാറ്ററിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം 23400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നോട്ട് സീരീസിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 31000 രൂപ പ്രൈസ് റേഞ്ചിൽ
റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ പെരിസ്കോപ്പ് ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള 6200 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 31,000 രൂപ പ്രൈസ് വെച്ചിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് ഷോമിയുടെ ഫോണുകളാണ് വരുന്നത്. ഷോമി 14 CV എന്ന സ്മാർട്ട് ഫോൺ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.55 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡ്യുവൽ പഞ്ചോൾ ഡിസൈൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡ്യുവൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+12 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 32+32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഫ്രണ്ടിലും വരുന്നുണ്ട്. പിന്നെ 4700 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഷോമി 15 സീരീസ് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഷോമി 15 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.36 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ വരുന്നുണ്ട്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5240 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം 65,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ ടോപ്പ് ലെവലിൽ വരുന്ന ഷോമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 1,10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഷോമി 15 Ultra എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.73 ഇഞ്ചിന്റെ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 2K റെസൊല്യൂഷനൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+50+50+200 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ 5410 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. 80 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. 1,10,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് റെഡ്മിയുടെ ഷോമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഫോൺ എടുക്കും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.